ഇവിടെ നമുക്ക് ലോ ബഡ്ജറ്റ് വണ്ടികൾ നമുക്ക് പരിചയപ്പെടാം. ഒരു 5 വണ്ടിയുണ്ട്. ഇത് റേറ്റ് അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് കൊടുക്കുക തന്നെ, ഓഫറിൽ കൊടുക്കുക തന്നെ. വണ്ടിക്ക് വേറെ മേജർ കംപ്ലൈന്റോ കാര്യങ്ങളോ ഫോൾട്ടോ ഒന്നുമില്ല. ഇപ്പോൾ പുതിയ ഷോറൂമാണ്. അപ്പോൾ ഒരു 10-15 ദിവസം ഒരു ഓഫർ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ നൗഷാദ്. പിന്നെ നൗഷാദ് നമുക്ക് ആദ്യം ഒരു ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഇവിടുന്ന് ഏതെങ്കിലും വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3000 രൂപയുടെ ഡീസലോ പെട്രോളോ ഏതാണെങ്കിലും നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തരും. പിന്നെ അതുകൂടാതെ ഓരോ വണ്ടിയുമേ ഒരു പുതിയതായിട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ കൊളപ്പുറം എയർപോർട്ട് റോഡിലുള്ള KK യൂസർ കാർ ഷോറൂമിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് നൗഷാദ് ഖാണ്. നൗഷാദ് ഖാൻ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? നൗഷാദ് ഖാൻ ഇവിടുത്തെ ഓണറാണ്. ഇവിടെ ഇപ്പോ ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. 10 മണിക്കാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പൊ ഞാൻ ഓക്കെ, നിങ്ങളെ ഫാദർ അല്ല ഉദ്ഘാടനം ചെയ്തത്? ഓക്കെ, മൂപ്പര് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനത്തിനല്ല, ഇവിടെ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിപ്പോ ഒരു മണിക്കൂർ ലേറ്റായി ഇവിടെ എത്താൻ. അപ്പൊ ഞാൻ ഉദ്ഘാടനം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ വണ്ടിയൊക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ട്? ഒരു വണ്ടി ഡെലിവറി ഉണ്ട്, ഒന്നല്ല രണ്ടെണ്ണം. രണ്ട് വണ്ടി ഡീസൽ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു അൾട്ടോ 800 അതും ഡെലിവറി ആയി. ഓക്കെ, 2 വണ്ടി ഡെലിവറി ആയിട്ടുണ്ട് ഇവിടുന്ന്. ഇത് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും പ്രഷറോട്. ലൊക്കേഷൻ നമുക്ക് നിൽക്കുന്നത് പിന്നെ കോട്ടക്കത്ത് വരുന്നത് വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്നത് കറക്റ്റ് കോഴിക്കോട് റോട്ടില് AR കുളപ്പുറം. അല്ല, ഇത് ആസാദ് നഗർ. ഇത് ആസാദ് നഗർ, കുളപ്പുറത്ത് നിന്ന് എയർപോർട്ട് റോഡ്. ഓക്കെ, ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ ആസാദ് നഗർ. കൊടുവായൂരിന്റെ AR നഗർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ AR നഗർ എന്നാണ് നിങ്ങൾ പറയുന്നത്. അതിൽ ആസാദ് നഗർ കൊടുവായൂരിന്റെ മുന്നായിട്ട് കുളപ്പുറത്ത് നിന്ന് നമ്മള് എയർപോർട്ട് റോഡിലേക്ക് കയറി ഉടനെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓഫർ തരുന്നുണ്ട് നൗഷാദ് ഖാ. പിന്നെ എന്തൊക്കെ ഓഫറാണ് നൗഷാദ് ഖാ കൊടുക്കുന്നത്? ഓഫർ അതായത് പുതിയ തുറന്നത് കൊണ്ടല്ലോ കൊടുക്കുന്നത്. ഓരോ വണ്ടിമേലും 10 രൂപേന്റെ മാറ്റമുണ്ട് നമ്മൾ എട്ടിലും പ്രൈസിൽ. അതുപോലെ തന്നെ നമുക്ക് ഓരോ വണ്ടിക്കും ഒരു 15-ാം തീയതി വരെ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ 3000 രൂപയുടെ അടിച്ചു കൊടുക്കാം. ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഇവിടുന്ന് ഏതെങ്കിലും വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3000 രൂപയുടെ ഡീസലോ പെട്രോളോ ഏതാണെങ്കിലും നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തരും. പിന്നെ അതുകൂടാതെ ഓരോ വണ്ടിയുമേ ഒരു 10,000 വെച്ച് നിങ്ങൾക്ക് കുറച്ച് തരും. പിന്നെ ഇവിടെ സ്റ്റോക്ക് ഉള്ളതൊക്കെ ജനപ്രിയ വണ്ടികളാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാല് എല്ലാവരും തപ്പി നടക്കുന്ന വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. ആൾട്ടോ കാറുകൾ, വാഗനർ, സ്വിഫ്റ്റ് കാർ, സെഡാൻ വണ്ടികളുണ്ട്, 7 സീറ്റർ വണ്ടികളുണ്ട്, ഇത്തിയോസ്, ഒരുപാട് വണ്ടികളുണ്ട്. നൗഷാദ് എന്തെങ്കിലും പറയാനുണ്ടോ പ്രഷറോട്? ഇവിടെ എല്ലാം ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ഓവർ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ, ഓണർഷിപ്പ് കമ്മിയുള്ള വണ്ടികളാണ് കൂടുതൽ. ഒക്കെ ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. വാഗനറുടെ ഒരു ടാഗർ ഉണ്ട്. വാഗനർ ഇവിടെ ഒരു 10 മുതൽ 12, 14, 13, 22 എല്ലാ മോഡലുള്ള ഇവിടെ വാഗനർ ഏകദേശം എത്ര 8 വണ്ടിയുണ്ട്? 8 വണ്ടിയോളം വാഗനർ. ഓക്കെ, മോഡൽ കൂടിയ വണ്ടികളാണ് കേട്ടോ. ഇവിടെ ഒക്കെ ഏകദേശം ഫുള്ള് മോഡൽ കൂടിയ വണ്ടികളാണ്. പിന്നെ കുറച്ച് വണ്ടികളെ പയതുണ്ടാവുള്ളൂ. കുറച്ച് വണ്ടിയെ പയതുള്ളൂ, കൂടുതലും ഹൈ ക്വാളിറ്റി വണ്ടി. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം. നേരെ ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാം. നേരെ വണ്ടിയിലേക്ക് പോകാം. സിൽവർ കളറിൽ വരുന്ന ഒരു ആൾട്ടോ 800 നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണിക്കാ? 2014 മോഡലാണ് അല്ലേ? ഓപ്ഷൻ LX ഓപ്ഷൻ ആണ് വരുന്നത്. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? 74,000 ഓടിയിട്ടുള്ളൂ. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? വണ്ടി എങ്ങനെ മിയാമിയാ? തട്ടുമുട്ട് വരക്കൊന്നുമില്ല, നല്ല വണ്ടിയല്ല. ഇത് എത്രയെങ്കിലും ചോദ്യം? ഇത് നമ്മള് 85 ചോദിക്കണം. 1,85. 1,85,000 രൂപയാണ് ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, ചെയ്ത് കൊടുക്കാം. പിന്നെ കുറയും, ചെറിയൊരു മാറ്റം വെച്ച് കൊടുക്കും അല്ലേ? ഇത് റീപ്ലേസ് ഒന്നുമില്ല, മേജർ ആയിട്ട് ഒന്നുമില്ല. മെയിൻ ക്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല. നല്ല വണ്ടിയല്ലേ? ഏതൊരു കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ല വണ്ടി. ഇവിടെ നിങ്ങൾ ഈ പിന്നെ നോക്കുന്നുണ്ടെങ്കിൽ വേഗം നോക്കിക്കാല്ലേ കേട്ടോ. 2014 മോഡൽ LX ഓപ്ഷൻ ആണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ആകെ 74,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിന് ഇവർ ചോദിക്കുന്നത് 1,85 ആണ്. ഇക്ക പറയുന്നത് വില പിന്നെയും കുറച്ച് കൊടുക്കുമെന്ന്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോളി. ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഇവിടെ വന്ന് ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3000 രൂപയുടെ പെട്രോൾ ഇക്ക ഫ്രീ ആയിട്ട് തരും. ഓക്കെ, ഈ രജിസ്റ്റേർഡ് ഇന്നോവ കാർ നമുക്ക് പരിചയപ്പെടാം. ഇത് നിലവിൽ KL 65 തിരൂരങ്ങാടിയിലേക്ക് മാറിയിട്ടുണ്ട്. വണ്ടി ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. Z ആണ് ഓപ്ഷൻ വരുന്നത്. ഇക്ക ഇത് മോഡൽ എത്ര തന്നെ? 2015 മോഡലാണ്. വണ്ടി എന്ത് പാട്? വണ്ടി ടോപ്പ് വണ്ടി, എക്സ്ട്രാ ഫിറ്റിംഗ്, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ? ഓക്കെ, വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും മേജർ ഒരു തട്ടുമുട്ടൊന്നുമില്ല, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഓക്കെ, എത്ര ഓട്ടോ ഉണ്ട്? ഇത് 1,35,000 ഓട്ടോ ഉണ്ട് അല്ലേ? ഓണർ എത്ര ആയിരിക്കണം? ഓണർ 3, മൂന്നാമത്തെ ഓണർ. വേറെ അപാകങ്ങളൊന്നുമില്ല, വണ്ടി ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി. വന്ന് ഇവിടെ ചെക്ക് ചെയ്യുന്നവർക്ക് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ, അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അത്ര ഗ്യാരണ്ടി കൊടുക്കാം. ഈ വണ്ടി കൊടുക്കാൻ പറ്റും. ഈ എത്ര നിങ്ങൾ ചോദിക്കണേ? ഞങ്ങൾ ചോദിക്കുന്നത് 10,85 ചോദിക്കുന്നു. 10,85 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും, ചെയ്ത് കൊടുക്കും അല്ലേ? കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരും.
അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഈ റൈസണിൽ വരുന്ന ഒരു ഇന്നോവ കാർ നമുക്ക് പരിചയപ്പെടാം. ഇത് ഇപ്പൊ നിലവിൽ KL 65 തിരുവങ്ങാടി റൈസൺ ആണ് ഉള്ളത്. വണ്ടി ടൈപ്പ് 4 മാറിയ വണ്ടി അല്ലേ? ഓക്കെ. മോഡൽ എത്ര വരുന്നത്? 2011 മോഡലാണ്. ഓക്കെ. ടൈപ്പ് 4 ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ള് പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. എങ്ങനെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് പ്രഷറോട് പറഞ്ഞാൽ? ക്വാളിറ്റി വണ്ടിയാണ്. ബോഡി എല്ലാം ചെറിയ ഡെന്റിങ് വർക്ക് ഉണ്ടെന്നുള്ളൂ, പക്ഷെ വണ്ടി നല്ല ക്വാളിറ്റിയാണ്. പക്ക കണ്ടീഷൻ. റീപ്ലേസ് കാര്യങ്ങൾ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പുറത്തുനിന്ന് വരുന്ന വണ്ടിക്ക് അതാ ഞാൻ ചോദിക്കാൻ കാരണം. പുറത്തുനിന്ന് വരുന്ന വണ്ടിയല്ലേ? മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഇല്ല അല്ലേ? വേറെ ബോണറ്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ഓക്കെ. ബോണറ്റ് റീപ്ലേസ് ഇല്ലെങ്കിൽ പിന്നെ എഞ്ചിൻ ഭാഗം പക്കാണല്ലേ? ഓക്കെ. എത്ര ഇത് ചോദ്യങ്ങൾ? ഇതിന് 5.5 രൂപ ചോദിക്കും. 5.5 രൂപ ചോദിക്കുന്നുണ്ട്. G4 കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഒറിജിനൽ കേരള ഇറ്റിയോസ് ലിവ നമുക്ക് പരിചയപ്പെടാം. ചെറിയ പൈസക്ക് ഇറ്റിയോസ് ലിവ നോക്കുന്നവർക്ക് നല്ലൊരു അടിച്ചാപൊളി വണ്ടിയല്ലേ? വണ്ടി മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. പക്ക വണ്ടിയാണ്. ഏതൊരു കസ്റ്റമറിനും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല വണ്ടി. പക്ക കണ്ടീഷൻ സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ ഡീസലാണ്. മൈലേജ് കിട്ടും. നല്ല മൈലേജ് മേലെ കിട്ടും. ഇത് 2011 മോഡൽ 12 മോഡൽ അല്ലേ? 12 മോഡൽ. ഓക്കെ. 2012 മോഡലാണ്. ഓപ്ഷൻ വരുന്ന GD ആണ്. വണ്ടി വേറെ അപാധകളൊന്നും ഇല്ല. നല്ല വണ്ടി. ഏകദേശം എത്ര ഓടിയിട്ട്? ഇത് 1,75,000 ഓടി. 1,75 ഓടിയിട്ടുണ്ട്. അല്ല, ഓട്ടം വൈഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടൊയോറ്റോന്റെ വണ്ടിയല്ലേ? വലിയ സീനില്ല. എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ്. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് 3,35 ചോദിക്കുന്നത് അല്ലേ? ഇതിന് ലോണൊക്കെ കിട്ടോ? ഇല്ല, ഇതിന് ലോൺ ഷർട്ട് ഫിനാൻസ് കിട്ടും അല്ലേ? ഷർട്ട് കിട്ടും. 12 ലോൺ കിട്ടും. പിന്നെ കുറഞ്ഞ ഇത് കിട്ടുള്ളൂ, ഒരു വർഷം കിട്ടുള്ളൂ. പെട്ടെന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ. 3,35 അല്ല, അതൊക്കെ ക്യാഷ് ഒക്കെ കൊണ്ടുവന്നാല് എത്ര മൈലേജ് ഉണ്ടാവും. നല്ല ഒരു ബൈക്ക് കൊണ്ടൊക്കെ ചെലവ് വരുള്ളൂ. അതെ. സീറോ മെയിൻ്റെനൻസ് ആണ്. മെയിൻ്റെനൻസ് കമ്മിയാണ് ഇതിന്. ഏറ്റവും കൂടുതൽ മെയിൻ്റെനൻസ് കമ്മിയുള്ള വണ്ടി. അതെ. എക്സ്പ്രസ് നമുക്ക് പരിചയപ്പെടാം. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇവിടെ ഓട്ടോമാറ്റിക് വണ്ടി കുറെ ഉണ്ട് കേട്ടോ. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളി. പിന്നെ ഇത് മോഡൽ എത്ര കാണിക്കാം? ഇത് 2022 മോഡൽ അല്ലേ? ഇത് എത്ര ഓട്ടം ഉണ്ട് വണ്ടി? ഇത് ഓട്ടം നമുക്ക് 29,000. നിങ്ങളെ മെനുവില് അവിടെ 29 കാണിക്കുന്നു. 29,000 ഓട്ടം. ഇതൊക്കെ വണ്ടിക്കൊക്കെ മെനു വെച്ചിട്ടുണ്ട് കേട്ടോ. കിലോമീറ്റർ ഇതൊക്കെ മോഡലൊക്കെ. ഈ ഓപ്ഷൻ വരുന്നത് VXi പ്ലസ് അല്ലേ? VXi പ്ലസ്. ഓക്കെ. നമ്മളിങ്ങനെ തിരക്കിന്റെ ഇടയിൽ കൂടെ കസ്റ്റമേഴ്സിന് വന്ന് നോക്കാലോ. അത് നല്ലതാണ്. അത് നമുക്ക് മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ സുഖമാണ്. അപ്പൊ ചിലർ വീഡിയോ കാണുന്ന ചിലർ വിചാരിക്കും എനിക്ക് എല്ലാം ഇവിടുത്തെ അറിയണല്ലോ. നമ്മളിപ്പോ ഈ മെനു വേണ്ടിയിട്ടാണ് പറയുന്നത്. മോഡൽ കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടി ക്വാളിറ്റിയും അതായത് റീപ്ലേസ് കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ പറയണം. എല്ലാവർക്കും എല്ലാ വണ്ടിന്റെയും വില അറിയേണ്ടി വരും. അപ്പൊ നമുക്ക് മോഡലും കാര്യങ്ങളൊക്കെ അറിയാൻ. അതെ. ഇവിടെ ഇപ്പൊ കുറെ കസ്റ്റമർ ഉണ്ട് അല്ലേ? കുറച്ച് തിരക്കിലാണ്. എന്നാലും നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഇനിയിപ്പോ കുറച്ച് വണ്ടിയല്ലേ ഉള്ളേ. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ? ഇത് 5,45 ചോദിക്കുന്നത് അല്ലേ? കുറച്ച് കൊടുക്കൂലേ? ചെറിയൊരു വ്യത്യാസം. ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയോ കേട്ടോ. ഓട്ടോമാറ്റിക് നല്ലൊരു വൃത്തിയുള്ള വണ്ടി. ഓക്കെ. അടുത്ത നമുക്ക് ഇത് കിഡ് അല്ലേ? കിഡ്. ഇത് മോഡൽ എത്ര? ഇത് മോഡൽ 2016 മോഡലാണ്. ഓക്കെ. ഓപ്ഷൻ വരുന്നത് RXT ആണല്ലേ? ഓക്കെ. എത്ര ഓണർ വരുന്നത്? ഇതിൽ 3 ഓണർ. മൂന്നാമത്തെ ഓണർഷിപ്പില്. എത്ര ഓടിയിട്ടുണ്ട്? 39,000 ഓടിയിട്ടുള്ളൂ. ഇതൊരു വീട്ടിൽ തന്നെ അങ്ങോട്ട് മാറി അല്ലേ? അച്ഛന് ചെറിയൊരു പെൻഷൻ അങ്ങോട്ട് മാറിയിട്ടുണ്ടോ? ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി? മാനുവൽ വണ്ടി അല്ലേ? ചെറിയ പ്രൈസിക്ക് നല്ലൊരു വണ്ടി. ഇത് പെട്രോൾ അല്ലേ? വണ്ടി പെട്രോൾ അല്ലേ? ഓക്കെ. എത്ര ചോദ്യം? നമ്മള് 2,35 കൊടുക്കും. 2,35. 2016 മോഡൽ 2,35 ചോദിക്കണല്ലേ? കുറച്ച് കൊടുക്കൂലേ? കസ്റ്റമർ വരികയാണെങ്കിൽ വില കുറച്ച് തരും കേട്ടോ. 10 രൂപ പിന്നെ കുറച്ച് കൊടുക്കും. ഇവിടെ നമുക്ക് ആൾട്ടോ K10 ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് നോക്കാം. വണ്ടി എത്ര മോഡലാണ്? വണ്ടി 2018-19 റേസറുള്ള വണ്ടി. ഓക്കെ. 18 മോഡൽ 19 റേസൺ. ഓട്ടോമാറ്റിക് ആണ്. ഏതാണ് ഓപ്ഷൻ പിന്നെ? VXi ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല വണ്ടിയല്ലേ? സിംഗിൾ ഓണർ തന്നെ. കറക്റ്റ് കമ്പനി സർവീസ്. 1,13,000 ഓട്ടം. 1,13 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി. എത്ര ചോദ്യം? 3,45 ചോദിക്കും. 3,45 ചോദിക്കുന്നുണ്ട്. അലവിലുണ്ട്. ഓക്കെ. ഇത് VXi എന്ന് പറയുമ്പോ ഫുൾ ഓപ്ഷൻ അല്ലേ വണ്ടി? ഫുൾ ഓപ്ഷൻ. അലവിൽ എക്സ്ട്രാ ഇട്ടാണ്. അലോയ്സ് കമ്പനിന്ന് വരുന്നില്ല. നിങ്ങൾ എക്സ്ട്രാ കയറ്റിയതാണ്. ഉള്ളില് നല്ല ലെതറിന്റെ ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തിയായി ക്വാളിറ്റി വണ്ടി. 3,75 അല്ലേ ചോദിച്ചാൽ? 3,75. വില കുറച്ച് കൊടുക്കും. മാക്സിമം ചെയ്ത് കൊടുക്കും. പിന്നെ എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം 3 രൂപ ഉണ്ടെങ്കിൽ 3.5 വരെ ലോൺ കിട്ടും. കിട്ടുമല്ലേ? 25 രൂപ മതി. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങനെ വീണ്ടും നമുക്കൊരു പുത്തൻ മോഡൽ മാരുതിയുടെ വാഗനർ നമുക്ക് പരിചയപ്പെടാം. ഈ വാഗനർ നോക്കുന്നവരുണ്ടെങ്കിൽ
നിങ്ങളെ ഫാമിലിയിലോ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും വാഗനർ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ 8 വണ്ടിയാണ് സ്റ്റോക്ക് ഉള്ളത്. 3 പുത്തൻ മോഡൽ ഉണ്ട്, അതുപോലെ തന്നെ ഒരു 5 വണ്ടി പഴയ മോഡൽ, ഏകദേശം ഒരു 2015, 14 അല്ല ഒരു 16 ആ ഒരു ടൈപ്പിലുള്ള വണ്ടികളാണ്. ഓട്ടോമാറ്റിക് ഉണ്ട്, കുറെ ആൾക്കാർ നോക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്. അപ്പോ ഇവിടെ നമുക്ക് ഈ വണ്ടി മോഡൽ എത്ര വരുന്നത്? 2019 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർ VXI ആണ്, സിംഗിൾ ഓണർ ആണ്. എത്ര ഓട്ടോ ഉള്ളത്? 49,000 ഓടിയിട്ടുണ്ട് അല്ലേ? വണ്ടി റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ചെറിയ റീപ്ലേസ് ഉണ്ട്. ഡോർ റീപ്ലേസ് ഇല്ലല്ലേ? വണ്ടി ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് എത്ര CC ആണ് ഇക്ക വരുന്നത്? മൈലേജ് കൂടിയ വണ്ടിയാണ്. മൈലേജ് 1 പോയിന്റ് ആകുമ്പോൾ മൈലേജ് കൂടുതൽ തന്നെ. ഓക്കെ, മൈലേജ് കൂടുതൽ കിട്ടും. ഇത് എത്ര നിങ്ങൾ വില ചോദിക്കുന്നത്? ഇതിന് 4,85,000. 4,85 2019 സിംഗിൾ ഓണർ ഉണ്ട്. ഓക്കെ, 2019 മോഡലാണ്, സിംഗിൾ ഓണർ ആണ്. ആകെ 49 ഓടിയിട്ടുള്ളൂ. VXI ആണ് വേരിയന്റ് വരുന്നത്. ചോദ്യം 4,85, വില കുറച്ച് കൊടുക്കും. മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? മാക്സിമം നമുക്ക് ഇത് ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ? ഓക്കെ. അപ്പൊ ഇവിടെ കുറെ വണ്ടി ഫുൾ ലോണിൽ കൊടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, തത്തൻ മോഡൽ മാരുതിയുടെ വാഗനർ നമുക്ക് പരിചയപ്പെടാം. ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി? മാനുവൽ വണ്ടി അല്ലേ? ഇത് മോഡൽ എത്ര? 2022-23 റേസർ. ഓക്കെ, 22 മോഡൽ 23 റേസർ ആണ്. ഓപ്ഷൻ വരുന്നത് ZDI പ്ലസ്, ZXI പ്ലസ്. ZXI പ്ലസ്. ഇത് ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. ഡബിൾ കളർ ആണ് വണ്ടി, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ട്? ഇത് 26,000 ഓടിയിട്ടുണ്ട് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്, 26 ഓടിയിട്ടുണ്ട്. ഇത് CC എത്ര വരുന്നത്? 1.2 ആണ് അല്ലേ? ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? എത്ര ചോദിക്കണേ? ഇത് 6,75 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കൂലേ? കളർ തന്നെയാണ്, റെഡ് ആൻഡ് ബ്ലാക്ക് കമ്പനി വരുന്നതാണ്. അലോയ് വീൽസ് കമ്പനിയാണ്. ഫുൾ ഫിറ്റിംഗ് ഉണ്ട്. ഓക്കെ, മാക്സിമം എത്ര പൈസ ലോൺ? ലോൺ പേയ്മെന്റ് 6 രൂപ വരെ ലോൺ കിട്ടും. 6 വരെ കിട്ടും? 10 ഫുൾ ഓൺ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തന്നെ. ഓക്കെ, 10-25 ഉറുപ്പിക ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാം. നല്ല ട്രാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫുൾ ലോൺ കിട്ടും നമുക്ക് പറയുന്നത്. സ്വിഫ്റ്റ് ഡീസൽ 2018 ഭയങ്കര കിട്ടാൻ കുറച്ച് ടൈറ്റ് ആണ്. 18-19 ഡീസൽ കുറെ ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട്. അതെ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ല വണ്ടി കിട്ടാൻ. അപ്പോ ഇവിടെ നമുക്ക് നല്ലൊരു അടിച്ചപൊളി വണ്ടി നോക്കാം. ഇത് മോഡൽ എത്രയൊക്കെ വരുന്നത്? 2018 മോഡലാണ് അല്ലേ? ഓക്കെ, ഓപ്ഷൻ വരുന്നത് ZDI. ഓക്കെ, ZDI ആണ് ഓപ്ഷൻ വരുന്നത്. അതായത് VDIന്റെ മേലക്കുള്ള ഓപ്ഷൻ ആണ്. അത് കമ്പനിയിൽ നിന്ന് തന്നെ വരുമ്പോ വില വ്യത്യാസത്തിൽ വരുന്നതാണ് അല്ല? ഇത് എത്ര ഓടിയിട്ടുണ്ട്? 75 ഓടിയിട്ടുള്ളൂ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. വണ്ടി വേറെ മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല അല്ലെ? മേജറോ മൈനറോ ഒന്നുമില്ല? ഒന്നുമില്ല അല്ലെ? റീപ്ലേസേ ഇല്ല, പക്ക വണ്ടിയാണ്. ഓക്കെ, നല്ല കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടി. എത്ര ചോദ്യം? 6,85,000 നമ്മൾ ചോദിക്കുന്നത്. 6,55 ചോദിക്കുന്നത്. 8,5 ചോദിക്കുന്നത്. ഓക്കെ, 6,85 മൂപ്പർ ചോദിക്കുന്നുണ്ട്. വില കുറയോ? അറ്റായിട്ട് കുറയോ? ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കും. ഓക്കെ, വില ഏറിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് പോവില്ല. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ആണ്. ആകെ 75 ഓടിയിട്ടുള്ളത്. പിന്നെ ഓപ്ഷനിൽ വ്യത്യാസം വരുന്നുണ്ടല്ലോ. ബ്ലൂ ഉണ്ട്, നേരത്തെ കാണിച്ചിരുന്നു. അത് പെട്രോൾ അല്ലേ? ഡീസലാണ്. ഓക്കെ ഓക്കെ. പുത്തൻ മോഡൽ മാരുതിയുടെ വാഗനർ നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണിക്കാം? ഇത് 2023 അല്ലേ? ഇത് വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടം 10,000 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ചെറിയ ഓട്ടാണ്. ഓപ്ഷൻ വരുന്നത് ZXI ആണ് അല്ലേ? ഓക്കെ, ഇത് CC എത്ര വരുന്നത് വണ്ടി? 1.2 ആണ്. ഓക്കെ, വണ്ടി വേറെ അപകടമൊന്നുമില്ലല്ലോ? നല്ല വണ്ടിയല്ലേ? ഓക്കെ, ഉള്ളു നോക്കുകയാണെങ്കിൽ പുറത്ത് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതെ, എന്തായാലും ഒരു 2 കൊല്ലം പഴക്കമുള്ള വണ്ടിയല്ലേ? ആകെ 10 ഓടിയിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ആണ് അല്ലേ? ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? 6 രൂപയാണ് ചോദിക്കുന്നത്. 6,50. ഓക്കെ, 6:30 കണ്ടൊക്കെ നമുക്ക് ഫൈനലി നിങ്ങളെ ഫോളോ ഓപ്ഷന് കൊടുക്കും അല്ലേ? ഓക്കെ, നമ്മളെ ചാനൽ കണ്ടിട്ട് വരികയാണെങ്കിൽ വില ഫുൾ ആയിട്ട് കുറച്ച് തരും. 6,50 ചോദിക്കേണ്ട മൂപ്പർ ഇപ്പൊ പറയുന്ന 6:30 കൊടുക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വന്ന് ഇവിടെ ഇന്ന് വണ്ടി സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും വില കുറച്ച് തരും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാലേ. ഇത് മാനുവൽ വണ്ടിയല്ലേ? മാനുവൽ ആണ്, ഓട്ടോമാറ്റിക് അല്ല. ഒരു വിറ്റാര ബ്രസ് നമുക്ക് പരിചയപ്പെടാം. ഇത് വണ്ടി ഇത് മോഡൽ എത്ര കാണിക്കാം? ഇത് 2021. 21 ആണല്ലേ? 21 മോഡല്, 26,000 ഓട്ടം, സിംഗിൾ ഓണർ. 26 ഓടിയിട്ടുള്ളൂ അല്ലേ? 26 ഓടിയിട്ടുള്ളൂ. ഓക്കെ, VXI ഓപ്ഷനില് ഏറ്റവും ഫുൾ ഓപ്ഷൻ ബട്ടർ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടി. വണ്ടി മാനുവൽ അല്ലേ? ഓട്ടോമാറ്റിക്?
വണ്ടി വേറെ അപകടമൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഫുൾ കണ്ടീഷൻ വണ്ടി. ഓക്കെ, ഇതിന് നിങ്ങൾ എത്ര ചോദ്യം? ഇതിന് 8 രൂപ ചോദിക്കുന്നത്. 850. 850. വില കുറയൂലേ? വില ചെറിയ വ്യത്യാസപ്പെടുത്തി കൊടുക്കാം. ഇതിന് എന്താ നമുക്ക് ഫുൾ കവർ ഇൻസൂർ കൊടുത്ത് കൊടുക്കാം. നിങ്ങൾ എടുത്തു കൊടുക്കും. ഓക്കെ, ഫുള്ള് 850 ചോദിക്കുന്നത്, വില കുറച്ച് തരും കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാളി. ഇവിടെ നമുക്ക് ഹോണ്ട സിറ്റി നമുക്ക് പരിചയപ്പെടാം. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്, പെട്രോൾ ആണ്. പെട്രോൾ. ഓക്കെ, മോഡൽ എത്ര? ഇത് 2019 മോഡൽ. ഓക്കെ, വണ്ടി 33 ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ കുറവാണല്ലേ? 33 ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓൺ. ഏറ്റവും ഫുള്ളിന്റെ നേരത്തെ സൺറൂഫ് ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ആണ്. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിലും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ്. ഇത് ഫസ്റ്റ് ഓണർ അല്ലേ? ഫസ്റ്റ് ഓണർ. എത്ര ചോദ്യം? ഇതിന് 7000 രൂപയാണ് ചോദിക്കുന്നത്. 7000 രൂപ ചോദിക്കണ്ടോ? എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയിട്ട് ചെയ്യാം, ചെയ്ത് കൊടുക്കൂല. ഓക്കെ, ഇത് എത്ര രൂപ ഇറക്കാൻ പറ്റും? നമുക്ക് ഫുൾ ഓൺ കിട്ടും. ഫുൾ ഓൺ കിട്ടും തന്നെ? ഓക്കെ, ഈ വണ്ടിക്ക് ഫുള്ള് ലോൺ കിട്ടും. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി. ഓക്കെ, വണ്ടി ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ. ഓക്കെ, എന്നാ വേണം വിളിച്ചോട്ടോ. ഓട്ടോമാറ്റിക് ആണ്. ഒരു ടൊയോറ്റന്റെ ഇറ്റിയോസ് നമുക്ക് പരിചയപ്പെടാം. ഇറ്റിയോസ് ഈ ടാക്സിക്കാരെല്ലാം നോക്കുന്ന വണ്ടിയാണ്. ഈ ടാക്സിക്കാർക്ക് നല്ല പറ്റും. ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ, ഒന്നാമത് മൈലേജ് കിട്ടും. നല്ല ഡീസൽ അല്ല വണ്ടി? ഡീസൽ 20 മേലെ. ഈ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഡീസലാണ്. പിന്നെ നല്ല മൈലേജ് കിട്ടും. ലോങ് യാത്ര ആണെങ്കിൽ നല്ല മൈലേജ് ഉണ്ടാവും. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് വളരെ കമ്മിയാണ്. ഇറ്റിയോസ് എല്ലാവരും നോക്കി നടക്കുന്ന വണ്ടിയാണ്. നല്ല മാർക്കറ്റ്, നല്ല വാല്യൂ ഉള്ള വണ്ടിയാണ്. ഇത് മോഡൽ എത്ര കാണിക്കാം? ഇത് 2015 മോഡൽ, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള 15 റേസർ, 2 എയർ ബാഗ് ഉണ്ട്. VXD ഏറ്റവും ഫുൾ അലവിലൊക്കെ വരുന്ന ഏറ്റവും ഫുൾ. മാക്സിമം എത്ര ഓടിയിട്ടുണ്ട്? മാക്സിമം 162 ഓടിയിട്ടുണ്ട്. 165 ഓട്ടോ ഉണ്ട്. പക്ഷെ ഇതില് ടൊയോറ്റന്റെ ഇതിൽ കുഴപ്പമില്ല, ഓട്ടം 2-3 ലക്ഷം ഓടിയ വണ്ടിയാണ് പുറത്തുനിന്ന് വരുന്നത്. വണ്ടിയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചെയ്ത് കാണാണ്. അതെ, ഇത് റീ വണ്ടി അല്ല, ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഈ 165 ഓട്ടം വലിയൊരു വിഷയമല്ല. കാരണം എന്താ വെച്ചാൽ ഇത് നല്ല എത്ര വേണം, സെക്കൻഡ് ഓണർഷിപ്പിലാണ് നല്ല നിൽക്കുന്നല്ലേ. ഓക്കെ, വണ്ടി ഇത് നിങ്ങൾ എത്ര ആസ്ക്? ഇത് നമുക്ക് 5.5 രൂപ ചോദിക്കുന്നത്. 5 രൂപ ചോദിക്കുന്നത്. 5,50,000. അതിൽ എന്തെങ്കിലും താഴത്ത് പോകും? അതിൽ താഴത്ത് പോകും ചെയ്യും. നമുക്ക് 4 ടയർ പുതിയത് ഇട്ട് കൊടുക്കും. ടയർ ഇതിൽ മോശമുണ്ട്. മോശമാണല്ലേ? ഞാൻ കട ഓപ്പൺ നിങ്ങൾക്ക് അറിയാലോ. 4 ടയർ നിങ്ങൾ ചോദിക്കുന്ന വിലയിൽ 4 ടയർ ഇൻക്ലൂഡ് ആവും. പിന്നെ ഫുൾ ടാങ്ക് എണ്ണയും കൊടുക്കും. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഫുൾ ടാങ്ക് എണ്ണയും കൊടുക്കും. ഡീസൽ ഫുൾ ടാങ്ക് ഡീസൽ. ഈ വണ്ടി ഇറ്റിയോസ് എടുക്കുകയാണെങ്കിൽ ഫുൾ ടാങ്ക് എണ്ണയാണ്, ഡീസൽ ഫുൾ ടാങ്ക്. ഓക്കെ, ഇത് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആയിട്ട് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ ഗ്ലാസ് ഒന്നും മെയിൻ ഗ്ലാസ് മാറിക്കണം? ഇല്ലല്ല, ഒന്നും മാറിയിട്ടില്ല കേട്ടോ. പക്ക വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി കളി കേട്ടോ. 5 രൂപ ചോദിക്കുന്നുണ്ടെങ്കിലും വില കുറച്ച് തരും. പിന്നെ മാക്സിമം 530 നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തും ചെയ്യും. 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഓ, ധൈര്യമായിട്ട് ഇറക്കാം. 50 വേണ്ട, 50 രൂപ മാക്സിമം വേണ്ടി വരും. ഒരാളാണ് 50 രൂപ മതി. ഇവിടെ നമുക്കൊരു എ സ്റ്റാർ നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാ? 2009 എ സ്റ്റാർ ആണ്. പുതിയ പേപ്പർ. ഓക്കെ, റിന്യൂവൽ കൊടുത്തത്. ഓപ്ഷൻ LXI സെക്കൻഡ് ഓണർ ആണ്. വണ്ടി ഇപ്പൊ മെക്കാനിക്കൽ പരമായിട്ട് എന്ത് പാട്? പക്ക കണ്ടീഷൻ. ഫുൾ അലവില് അതേപോലെ കടുംപുത്തൻ ടയർ ആണ് അല്ലേ? ഫുള്ള് സെറ്റ് വണ്ടി. ഓക്കെ, സെറ്റ് വണ്ടി. ഒന്നും ചെയ്യാനില്ല, എണ്ണടിച്ച ഓട അത്രേ ഉള്ളൂ അല്ലെ? മെക്കാനിക്കൽ പരമായിട്ട് യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളോ ഫോൾട്ടോ ഒന്നുമില്ല. ഫിറ്റ് വണ്ടി. എത്ര ചോദ്യം? 1.5 രൂപ കൊടുക്കാം. 1.40 കൊടുക്കാം. 1.40 കൊടുക്കാം. ഓക്കെ, 2009 എ സ്റ്റാർ പുതിയ പേപ്പർ 1.40 കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ് ഒന്നും ചെയ്യാനില്ല കേട്ടോ. വണ്ടി ഇപ്പൊ ഞാൻ ഇവിടെ കാണുന്നുണ്ടല്ലോ, അലോയ്സ് എക്സ്ട്രാ ആണ്. പിന്നെ അതുപോലെ തന്നെ 4 കടും പുത്തൻ ടയർ. അതിന് സ്റ്റെപ്പിന് പുതിയതാണോ? അത് പുതിയതാണ്. ഓക്കെ, 5 ടയർ പുത്തനാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ വൃത്തിയുള്ള വണ്ടിയാണ്. പെട്ടെന്ന് ഒന്നുള്ളൂ കേട്ടോ, പിന്നെ കിട്ടൂല. 10 ദിവസത്തിനുള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കുറച്ച് വരും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു വാഗണർ നമുക്ക് നോക്കാം. ഇത് എത്ര മോഡല്? 2016 മോഡലാണ്. ഏത് ഓപ്ഷൻ? LXI ആണ് അല്ലെ? AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ. ഓക്കെ, ഇത് വണ്ടി തട്ടുമുട്ട് പരിക്ക് സെറ്റ് വണ്ടി അല്ലേ? ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 61 ഓടിക്കുന്നത്. മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ. ഓക്കെ, ഇത് എത്ര ഓണർ തന്നെ? ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അല്ലേ? ഓക്കെ, ഇത് എത്ര ചോദ്യം? ഇത് നമുക്ക് 3 രൂപ കൊടുക്കാം. 3 രൂപ കൊടുക്കാം. 2016 വണ്ടിയാണ്. 3 രൂപയാണ് ചോദിക്കുന്നത്. 2016 മോഡലാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കി കളി. അടുത്ത നമുക്ക് വീണ്ടും ഒരു വാഗണർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയ്ക്കാ? ഇത് 2013-14 റേസർ. ഓക്കെ, 2013 മോഡലാണ്. 14 ആണ് റേസർ വരുന്നത്. ഓപ്ഷൻ വരുന്നത് VXI സിംഗ്ര, വാഗണർ സിംഗ്ര എന്നൊരു ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അലേ വീൽസ് ഒക്കെ വരുന്നത്. 4 ടയർ പുതിയത്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ഓക്കെ, മൂന്നാമത്തെ ഓണർ കേറിക്കണം അല്ലേ? എത്ര ഓട്ടം? 60
ഈ അവിടെ correct പേര് വെച്ചിട്ടുണ്ട്. 59,000 correct. 59,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. ഇതിന് എത്ര വില ചോദിക്കണേ? 3.4. 3.4. ആ. 2013 മോഡൽ 14 വയസ്സനായിട്ടുള്ള വണ്ടി ചോദിക്കുന്ന 3.4 ഇത് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല അല്ലെ? വേറെ അപാകങ്ങളൊന്നും ഇല്ല, വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വണ്ടി. അങ്ങനെ വീണ്ടും നമുക്ക് ഒരു വാഗണർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2010. 2010 മോഡലാണ്, കുറച്ച് പഴയ മോഡലാണ്. എന്നാലും വണ്ടി നല്ല കാണാൻ പുതിയ മോഡലിന്റെ ലുക്ക് ഉണ്ടല്ലേ? ഓക്കെ. ഇത് എത്ര? ഇത് ഓണർ 4 ആയിട്ടുണ്ട്. നാലാമത്തെ ഓണറല്ലേ? ഓട്ടം എത്ര ഉള്ളേ? ഓട്ടം 93 ഓടിയിട്ടുണ്ട്. ന്യൂ മോഡൽ, പുതിയ ഷേപ്പിലേക്ക് കൺവേർട്ട് ആക്കി. കൺവേർട്ട് ആയത് ചെയ്തല്ല, വന്നതന്നെ. 2010 മോഡൽ, ന്യൂ മോഡൽ തന്നെ. 10 ന്യൂ മോഡൽ ഉണ്ട്. 10 ന്യൂ മോഡൽ ഉണ്ട്. ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി. ഓക്കെ, അല്ല ഞാൻ ആദ്യം അതുകൊണ്ട് ചോദിച്ചേ. ഓക്കെ ഓക്കെ. പിന്നെ വണ്ടി വേറെ അപകടമൊന്നുമില്ല? ഒന്നുമില്ല, നല്ല വണ്ടി. നല്ല വണ്ടി. ഓക്കെ. എത്ര ചോദ്യം? 2 രൂപ കൊടുക്കാം. 2 രൂപ? ഓക്കെ. 2 രൂപ ചോദിക്കുന്ന വില എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. അപ്പൊ വേണമെങ്കിൽ വന്നു കേട്ടോ. അടുത്ത നമുക്ക് ഒരു ഗ്രേ കളറിൽ തന്നെ ഒരു വാഗണർ നോക്കാം. ഇത് മോഡൽ എത്ര ആണിക്കോ? ഇത് 2020. 2017 വണ്ടി. 17 ആണ്. ഓക്കെ, 2017 വണ്ടിയാണ്. ഓപ്ഷൻ വരുന്ന VXI ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ. ഇത് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് ഓട്ടം 67 ഓടിക്കുന്നല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. വണ്ടി തട്ടുമുട്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു റീപ്ലേസ് ഇല്ല. നല്ല വണ്ടി. നല്ല വണ്ടി. ഉപയോഗിക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് ഫുൾ കണ്ടീഷൻ. ഓക്കെ. ഓട്ടോമാറ്റിക് വണ്ടി ഇവിടെ 3-4 വണ്ടി ഉണ്ട്. ഇതിന് എത്ര ചോദിക്കണം നിങ്ങൾ? ഇതിന് 4 രൂപ. 4.50 വില കുറച്ച് കൊടുക്കും. ഓക്കെ. 2017 മോഡല് അല്ല, 2017 ഓക്കെ. വാഗണർ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ചോദിക്കുന്നത് 4.50 വില കുറച്ച് തരും. ആവശ്യമുണ്ടെങ്കിൽ i20 ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ. ഇത് മോഡൽ എത്ര? 2014 സ്പോർട്സ് ഓപ്ഷൻ സ്പോർട്സ് ആണ്. ഓക്കെ ഓക്കെ. ബട്ടൺ ഷോട്ട് വരുന്നുണ്ട്. വണ്ടി എത്ര ഓടിക്കണേ? വണ്ടി 1,27,000. 1,27,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തന്നെ? ഓണർഷിപ്പ് 3 ആണ്. വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. സർവീസ്. ഓക്കെ. മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നമുക്ക് വില കുറച്ച് 4.5 രൂപ കൊടുക്കാം. 4 രൂപ കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും അതിന് ഓഫർ കിട്ടാൻ നമുക്ക് കൊടുക്കാം. ഫൈനലി നമുക്കൊരു 4ന്റെ ചെറിയൊരു 4.50 കസ്റ്റമർ വരട്ടല്ലേ? ഓക്കെ. ആവശ്യമുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ കേട്ടോ. വില കുറച്ച് പിന്നെയും കുറച്ച് തരും. വേണ്ട, നിങ്ങൾ ഫോളോ അപ്പിലാണെങ്കിൽ പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് 4 രൂപയ്ക്ക് ഫൈനലി കൊടുക്കാം. ഓക്കെ. എന്റെ ചാനൽ കണ്ടിട്ട് വരികയാണെങ്കിൽ മാക്സിമം 4 രൂപ കൊടുക്കും. 4 രൂപ കൊടുക്കും. 4 രൂപ കൊടുക്കും. അതൊരു നിങ്ങൾക്ക് കൂടിയുള്ള ഒരു ഓഫർ ആയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. 4 രൂപക്ക് തരാന്ന് പറയണ്ടിരിക്ക. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ വേഗം വന്നോട്ടോ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ വരണം കേട്ടോ. അത് കഴിഞ്ഞാൽ ചിലപ്പോ ഇക്കാന്റെ മനസ്സ് മാറും. സ്വിഫ്റ്റ് ഡീസൽ വണ്ടി നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണ്? 2015. ഓക്കെ. സിംഗിൾ ഓണർ. അതുപോലെ തന്നെ 93 ഓട്ടം. 93,000 ഓടിയിട്ടുള്ളൂ. ഹൈ ക്വാളിറ്റി വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. തട്ടുമുട്ട് പേർക്കൊന്നും ഇല്ല. ഒരു ഗ്ലാസ് ഏതോ റീപ്ലേസ് ഉണ്ട്. ഏത് ക്വാർട്ടർ ഗ്ലാസ് ആണ്? ക്വാർട്ടർ ഗ്ലാസ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഇല്ലല്ലോ? മെയിൻ ഗ്ലാസ് അല്ല. ഓക്കെ. അത് ആരും നോക്കുന്നുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഏതൊരു ഏകദേശം ഒരു ചെറിയൊരു ക്യാപ്പിൽ കൊടുക്കാം. ഫൈനലി ഒരു 4.60 കൊടുക്കാം. 4.60. അതിലോ ഈ നമുക്ക് 5 സെന്റ് വരികയാണെങ്കിൽ 4.5 കൊടുക്കാം. ഓഫറിൽ കൊടുക്കാം. 4.5 കൊടുക്കും. 15 വണ്ടി. സിംഗിൾ ഓണർ. 2015 മോഡലാണ് കേട്ടോ. ഡീസൽ വണ്ടിയാണ്. ആകെ 93,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ വണ്ടി സർവീസ് ഉണ്ട്. സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കി കളി കേട്ടോ. താർ നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ പുതിയ ട്രെൻഡ് ആയിട്ട് കളിക്കുന്ന സാധനം അല്ലേ? ഇത് മോഡൽ എത്ര? ഇത് 2022. 4x4 ഓക്കെ. 4x4 ആണല്ലേ? ഓഫ് റോഡ് വണ്ടി. ഓക്കെ. 50,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. 45 ഓടി അല്ലേ? വണ്ടി എന്ത് പാട്? അടിപൊളി. അടിപൊളിയാണല്ലേ? കുറെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ. അഡീഷണൽ ആയിട്ട് കുറെ എന്തെല്ലാം ചെയ്തിരിക്കണേ. ഇത് എത്ര ടയർ പുതിയ പുതിയ 4 ടയർ 5 ടയർ പുതിയത്. ഓക്കെ. ഇത് എത്ര സീറ്റാണ്? ഇത് 4 സീറ്റ്. 4 സീറ്റ് അല്ലേ? 4 സീറ്റ് ആണെങ്കിൽ 5 പേർക്ക് ഇരിക്കാം. ബാക്കിലുണ്ട്. ഓക്കെ. ഇത് എത്ര ചോദിക്കണം നിങ്ങൾ? നമ്മൾ ചോദിക്കുന്നത് 15.75 ആണ്. 15.75 ചോദിക്കുന്നത് അല്ലേ? നമുക്ക് എന്തും ചെയ്യാം. ഓക്കെ. 15.75 ചോദിക്കുന്നുണ്ട്. ഇത് വണ്ടി ഡീസലാ പെട്രോളാ? വണ്ടി ഡീസലാകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഇതിൽ നമുക്ക് 10-11 അത്ര മൈലേജ് ഉണ്ടാവും. ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. താർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. മാക്സിമം 12. ലോങ്ങിലൊക്കെ ആകുമ്പോൾ 12 ലെവലേ വരുള്ളൂ. ഓക്കെ. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? അല്ലല്ല, മാനുവൽ ആണ്. 4x4 മാനുവൽ. ഓക്കെ ഓക്കെ. അപ്പൊ 15.75 ചോദിക്കുന്നുണ്ട്. ഒരു 10-15 രൂപ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാം. കുറച്ച് കൊടുക്കും. മാക്സിമം കട്ട് ചെയ്ത് കുറച്ച് കൊടുക്കും. പിന്നെ 3000 ഡീസൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ചെയ്യാം. ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അത് നമ്മൾ വീടിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫ്രീ ആയിട്ട് ഓഫറുള്ള കാര്യമൊക്കെ പറഞ്ഞിരിക്കണല്ലോ. ഇത് എത്ര പൈസ ഉണ്ടെങ്കിൽ ലോൺ എടുക്കാൻ പറ്റും? നമുക്കൊരു അത്യാവശ്യം ട്രാക്കുള്ള ഒരാളൊക്കെ നമുക്കൊരു
12 രൂപയ്ക്ക് നമുക്ക് ലോൺ കൊടുക്കാം. ഒരു 3 രൂപ കരുതിണ്ട് 2 രൂപ കരുതിയാൽ മതി. 13 കൊടുക്കാം. നല്ല ട്രാക്കിൽ ഒരാളാണെങ്കിൽ ഒരു 2-2.5 ഉള്ളിൽ വേണ്ടി വരും അല്ലേ? 2 രൂപ ലെവലിൽ വന്നാലും. അപ്പോ വേണമെങ്കിൽ വിളിച്ചോട്ടോ. കിയാന്റെ സെൽറ്റോസ് നമുക്ക് പരിചയപ്പെടാം. നല്ല അലുവ പോലത്തെ വണ്ടിയാണ്. വേണമെങ്കിൽ നോക്കിക്കോട്ടോ. പണം പോയിട്ട് പവർ വരട്ടെ അല്ലെ? പിന്നെ ഇത് മോഡൽ എത്രയാണ്? ഇത് 2020 ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഏതാണ് ഓപ്ഷൻ? ഏറ്റവും ഫുള്ള് GTI. ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. എത്ര ഓടി ഉണ്ടാവും? 60,000 ഓടിയിട്ടുണ്ട്. 60,000 സർവീസ് ഉണ്ട്. ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആയിട്ടൊന്നുമില്ല. ടച്ചപ്പ് മാത്രമേ ഉള്ളൂ. പമ്പർ അത് നോർമലി ഇപ്പൊ എല്ലാ വണ്ടിക്കും വരുള്ളൂ. അത് പുതിയ വണ്ടിക്കൊക്കെ ഉണ്ടാകും. നല്ല ടയർ പുതിയതാണ്. പിന്നെ ഫുൾ കവർ ഇൻഷൂർ ഉണ്ട്. 3 മാസം പമ്പർ ടു പമ്പർ ഇൻഷൂർ. പിന്നെ അതിന് വിഷു പറയുകയാണെങ്കിൽ നമ്മള് വണ്ടിയിൽ കയറിയിരുന്നാലും നമ്മൾ പുറക്കെ വേർക്കുന്ന ഒരു പ്രശ്നം വരില്ല. കളർന്ന് തുണിയൊക്കെ എടുക്കുന്നവർക്ക് അതൊരു പ്രശ്നം വരില്ല. എവിടെ വേണമെങ്കിൽ AC ഉണ്ടാവും. പിന്നെ അതിന് പ്രത്യേകത എന്താ വെച്ചാൽ 19-20 മൈലേജ് ഉണ്ട്. മൈലേജ് കിട്ടുമോ? ഡീസൽ ആയതുകൊണ്ട് 10-20 മൈലേജ് എന്തായാലും കിട്ടും. ലോങ്ങിൽ എന്തായാലും 19 കുറയില്ല. അതെ 20 എന്തായാലും മാക്സിമം കിട്ടും. സൺറൂഫ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക്. ഓക്കെ. ഇത് നിങ്ങൾ എത്ര പ്രൈസ് ഇട്ട് 16 ലക്ഷം? 16.50 ആണ് ചോദിക്കുന്നത്. നമ്മള് കടന്റെ ഓപ്പണിംഗിന് കാരണം നമ്മള് ഒരു 15 ഫൈനലി കൊടുക്കും. അതിന് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ? അതിന് താഴേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ചെയ്തു കൊടുക്കാം. കസ്റ്റമർ വരട്ടെ. ചിലപ്പോ അതിനേക്കാളും താഴത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി നമുക്ക് പരിചയപ്പെടാം. ഇത് വണ്ടി മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ വണ്ടി അല്ലേ? 2019 ഡീസൽ ZDI ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ZDI ആണ്. 84,000 ഓടിയിട്ടുള്ളൂ. 84,000 ഓടിയിട്ടുണ്ട്. വണ്ടി ഓണർഷിപ്പ് എത്ര വരുന്നത്? ഫസ്റ്റ് ആണല്ലേ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. കമ്പനി സർവീസ് ഉണ്ട്. ഓക്കെ. സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. നല്ല വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി. ഒരു നേവി കളറിലാണ് വണ്ടി വരുന്നത്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബ്ലൂ കളർ. അതെ നല്ല ഉണ്ടല്ലേ. പിന്നെ ഈ അലോയ്സ് കാര്യങ്ങളൊക്കെ ഈ ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. കമ്പനിയാണ്. ഓക്കെ അതെ. അതെ. പിന്നെ ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത്. ഉള്ളില് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. ഓക്കെ. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് 7,000 രൂപയാണ് ചോദിക്കുന്നത്. 750 ആണ് ചോദിക്കുന്നത്. വില കുറയൂലേ? ചെറിയൊരു വ്യത്യാസം നമുക്ക് ചെയ്യാം. ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതിന് എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു അത്യാവശ്യം ട്രാക്കുള്ള ഒരാളാണെങ്കിൽ ഒരു 7 രൂപ വരെ ലോൺ കിട്ടും. 6,000 രൂപ എന്തായാലും കിട്ടും. കിട്ടൂല്ലേ? 50 രൂപ വന്നാലും മാക്സിമം 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാൻ പറ്റും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയോളൂ കേട്ടോ. ടിയോസ് ലിവ നമുക്ക് പരിചയപ്പെടാം. ഒറിജിനൽ കേരള വണ്ടിയാണ്. പിന്നെ നൗഷാദ് ഇത് മോഡലൊക്കെ എത്രയാണ്? ഇത് 2019 വി ഓപ്ഷൻ ആണ്. ഡീസൽ അല്ല, പെട്രോൾ ആണ്. ഓക്കെ. 45,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ തന്നെ. 6,400 ചോദിക്കുന്നത്. ആസ്കിംഗ് ആണ്. നമുക്ക് ഇന്നത്തെ ഓഫറിൽ 19 മോഡല് 6 രൂപ കൊടുക്കാം. 6 കൊടുക്കാം. 6 രൂപ ഫൈനൽ കൊടുക്കാം. ഓക്കെ. 2019 മോഡലാണ്. പെട്രോൾ ആണ് കേട്ടോ വണ്ടി. ആകെ 45,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സെക്കൻഡ് ഓണർ ആണ് അല്ലേ? ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഫുൾ കണ്ടീഷൻ, ഫുൾ ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ക വണ്ടിയാണ് കേട്ടോ. നല്ല ക്ലിയർ വണ്ടിയാണ്. തട്ടുമുട്ട് വരയ്ക്ക് ഒന്നുമില്ല. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. 2 ഡബിൾ കളറുള്ള വണ്ടിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറൊക്കെ കുറെ ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട്. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കി കളി. പിന്നെ ഇത് എത്ര ഫിനാൻസ് കിട്ടും? ഫിനാൻസ് നമുക്ക് 5.5 വരെ ചെയ്ത് കൊടുക്കാം. ട്രാക്കുള്ള ആളാണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ തന്നെ കൊടുക്കാം. തന്നെ 19 മോഡൽ ഫുൾ ലോൺ കിട്ടും. നല്ല ട്രാക്ക് കൂടി നമ്മള് അതെ നല്ല സിവിൽ സ്കോർ നല്ല ട്രാക്കുകൾ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടുമല്ലോ, ഉറപ്പായിട്ട് കിട്ടുമല്ലോ. ഓക്കെ. അല്ലെങ്കിൽ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാം. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി കേട്ടോ. ഇവിടെ നമുക്ക് ലോ ബഡ്ജറ്റ് വണ്ടികൾ നമുക്ക് പരിചയപ്പെടാം. ഒരു 5 വണ്ടിയുണ്ട്. ഇത് റേറ്റ് അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് കൊടുക്കാൻ, ഓഫറിൽ കൊടുക്കാൻ. വണ്ടിക്ക് വേറെ മേജർ കംപ്ലൈന്റോ കാര്യങ്ങളോ ഫോൾട്ടോ ഒന്നുമില്ല. ഇപ്പോൾ പുതിയ ഷോറൂമാണ്. അപ്പോൾ ഒരു 10-15 ദിവസം ഒരു ഓഫർ ഇട്ട് കൊടുക്കാണ് നമ്മുടെ നൗഷാദ്. പിന്നെ നൗഷാദ് നമുക്ക് ആദ്യം ഒരു ഇയോണ് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇയോണ് എത്ര മോഡൽ? അത് ഇയോണ് 2014 മോഡൽ. ഓക്കെ. ഇത് ഓപ്ഷൻ തന്നെ ഓക്കെ. വണ്ടി തോട്ടത് റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയല്ലേ? എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 85 ഓടിയിട്ടുണ്ട്. 85 ഓടിയിട്ടുണ്ടല്ലേ? എത്ര ചോദിക്കണേ? സോറി 85 അല്ല, 47 ഓടിയിട്ടുള്ളൂ. 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. അത്ര ഓടിയിട്ടുള്ളൂ. 170 കൊടുക്കാം. 170 കൊടുക്കാം. ഇത് മോഡൽ എത്ര നിങ്ങൾ? 2014 ഇയോണ്. ഓപ്ഷൻ തന്നെ എറ പ്ലസ് ആണ്. ആകെ 47 ഓട്ടോ ഉള്ളത്. 170 ആണ് ചോദിക്കുന്നത്. അപ്പൊ ആവശ്യക്കാരനെ നോക്കിക്കോ. പിന്നെ അടുത്ത നമുക്ക് ഒരു ആൾട്ടോ കേട്ടനാ. കേട്ടനല്ലേ? ഓക്കെ. ഇത് എത്ര മോഡല്? ഇത് 2010 മോഡലാണ്. LXI ആണ് ഓപ്ഷൻ വരുന്നത്.
ഇത് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഇത് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല അല്ല, പക്ക വണ്ടിയാണ്. പക്കാ വണ്ടി. നല്ല വൃത്തിയുണ്ട് കാണാൻ. ഇത് എത്ര ഓടിക്കുന്നത് വണ്ടി? ഇത് 1,19,000. 1,19 ഓടിയിട്ടുണ്ടല്ലേ? എത്ര ചോദിക്കണം നിങ്ങൾ? ഇത് നമുക്കൊരു 1,30 കൊടുക്കാം. 1,30 കൊടുക്കാം. കേട്ടനാണ് 1,30. എത്ര മോഡൽ പറഞ്ഞ? 2010. 2010 മോഡലാണ്. 1,30 ചോദിക്കണേ. അടുത്ത നമുക്ക് ഒരു ഓംനി വാൻ നോക്കാം. ഓംനി അതിൽ എക്സ്ട്രാ ഫിറ്റിംഗ് എന്ത് ചെയ്തിരിക്കണം? എന്തോ ഒരു ഇത് കാണുന്നുണ്ട്. കേരിയർ നിങ്ങൾ ചെയ്തതല്ലേ? അതുപോലെ തന്നെ നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി. ടയറൊക്കെ നല്ല കടുംപുത്തൻ ടയറാണ്. 4 ടയർ പുതിയതാണ്. പുത്തൻ ടയർ. എത്ര മോഡൽ? 11 മോഡൽ. 11 മോഡലാണ്. ഓക്കെ. വണ്ടി എന്ത് റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യം ഫുൾ വർക്ക് ചെയ്ത വണ്ടിയാ. തുരുമ്പെല്ലാം വർക്ക് എടുത്ത വണ്ടിയാ. അതെ, പുറത്തേക്ക് കാണുമ്പോൾ തന്നെ നല്ല വൃത്തി കാണുന്നുണ്ട്. അത് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ട് 1,15. നമുക്ക് അത് പൊട്ടിച്ചു കൊടുക്കാം. തന്നെ എത്ര കൊടുക്കും നിങ്ങൾ? 95 കൊടുക്കാം. 95 രൂപ കൊടുക്കും അല്ലേ? പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുവരികയാണെങ്കിൽ 5 രൂപ പിന്നെയും കട്ടി ലെസ് ചെയ്ത് കൊടുക്കും. പിന്നെയും കുറച്ച് കൊടുക്കും. 90. ഓക്കെ. ഇത് വണ്ടി നല്ല വണ്ടി കേട്ടോ. ഇത് വെറുതെ വണ്ടി ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. പിന്നെ ക്വാളിറ്റിന്റെ എന്ത് പാട്? ടോപ്പാണ്. ഞാൻ ഇപ്പൊ ഓടിച്ച് നോക്കിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. നല്ല ക്വാളിറ്റി ഓടിച്ച് നോക്കി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോ. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നല്ല, ഏത് യാർഡിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ അടുത്ത നമുക്ക് ഒരു ആൾട്ടോ ഇവിടെ 2 ഉണ്ട് അല്ലേ? ഇത് 800 അല്ലല്ലോ? ഫുള്ള് അടിപൊളിയായിട്ട്. നമുക്കൊരു ഗ്രേ കളറിലുള്ള ഈ വണ്ടി ആദ്യം കാണിച്ചു കൊടുക്കാം. ഇത് എത്ര മോഡൽ തന്നെ? ഇത് 2007 ആണ്. 2007 കണ്ടാ പറയില്ല. പവർ വിൻഡോ ഫ്രണ്ടില് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ LX ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർ ആണ് തന്നെ. സെക്കൻഡ് ഓണറാ. ഓക്കെ. എത്ര നമ്പർ ആയ വണ്ടിയാണ്? റിയാണ്. തമിഴ്നാട്ടിൽ അവിടെ ഉപയോഗിച്ച ആള് ഇങ്ങോട്ട് മാറി ഇപ്പൊ വന്നു. തമിഴ്നാട്ടിലെ വണ്ടിയാണ് അല്ലേ? അല്ല, അവിടെ മലയാളി ഉപയോഗിച്ചാണ്. അതേ ആൾ ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് വന്നപ്പോ എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാണ്. ഇത് പേപ്പർ ഇപ്പൊ എത്ര 3 വർഷം പേപ്പർ ഉണ്ടാവും. ഒരു 3 കൊല്ലം ഓടിച്ചു. വണ്ടി ഫുൾ കണ്ടീഷൻ, തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് വർക്ക് ചെയ്ത വണ്ടി. ഹൈ ക്വാളിറ്റി. 4 ടയർ പുതിയത്. ₹1 നമ്മൾ ഇട്ടിട്ടുണ്ട്. വണ്ടിന്റെ ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളതിലും പൊട്ടിച്ചു കൊടുക്കാം. നമുക്കൊരു 80 കൊടുക്കാം. 80,000 രൂപ. ഓക്കെ. 2007 വണ്ടി ആൾട്ടോ കേട്ടൻ അല്ലേ? ആൾട്ടോ കാറാണ്, കേട്ടൻ അല്ല. ഓക്കെ. 85 അല്ലേ? 80 കൊടുക്കാം. ഓക്കെ. 80 ലാസ്റ്റ് ചോദിക്കുന്നത്. ആവശ്യം കണ്ടു നോക്കിക്കോളൂ കേട്ടോ. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്. ചിലപ്പോ പവർ സ്റ്റിയറിംഗ് 2 പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തത്. അല്ല, 10-50,000 രൂപയ്ക്ക് 2007 വണ്ടി 60,000 രൂപ കിട്ടാനുണ്ട്. പക്ഷെ അത് ഒന്നാമത് തീരെ വൃത്തിയുള്ള വണ്ടി. പിന്നെ AC പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല. അതെ, ഇത് എല്ലാം AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ടയറും പുത്തൻ ടയറാണല്ലോ അല്ലേ? ഓക്കെ. ആവശ്യം കണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. 85 നിങ്ങൾ ലാസ്റ്റ്. ഇത് 80 ലാസ്റ്റ് തരും കേട്ടോ. ഇത് ഇവിടെ 2009 മോഡൽ, ഒരു സിൽവർ കളർ വരുന്നത്. 8 മോഡൽ 9 റൈസർ. പുതിയ പേപ്പർ. ഓക്കെ. 8 മോഡൽ 9 റൈസർ. LX ആണ്. AC ഉണ്ടാവും. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. പഠിക്കാനും കൊണ്ടുനടക്കാനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ബോഡി. അത്യാവശ്യം റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മേജർ തട്ട് കാര്യങ്ങളൊന്നുമില്ല. അല്ല, പഠിക്കാൻ ഈ എയർപോർട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കാമല്ലോ. അല്ല, ഞാൻ പഠിച്ച് കഴിഞ്ഞ ദിവസം വണ്ടി കൊണ്ട് നടക്കണ്ടേ? സൂപ്പറായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം, നോക്കാം. പിന്നെ ഓണർ സെക്കൻഡ് അല്ലേ? സെക്കൻഡ് അല്ല, മൂന്നാമത്തെ ഓണർ. ഇത് എത്ര ഓടിയിട്ടുണ്ടാവുക? ഇത് 1.20 ഓടിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ കേരള. ഇതിപ്പോ ഞാൻ പറഞ്ഞു. ഇത് ലാസ്റ്റ് എത്ര കൊടുക്കും? ഇത് ലാസ്റ്റ് നമുക്കൊരു 80 കൊടുക്കാം. 80 കൊടുക്കും അല്ലേ? ഓക്കെ. 2008 മോഡൽ 9 റൈസറാണ്. പുതിയ പേപ്പറാണ്. പിന്നെ LX ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വേഗം നോക്കിക്കളി. അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ നമ്മൾ ലൊക്കേഷൻ ആദ്യം പറഞ്ഞിരിക്കണം അല്ലേ? ഒന്നുകൂടി പറയാം നമുക്ക്. കുളപ്പുറത്തുനിന്ന് എയർപോർട്ട് റോഡാണ്. എയർപോർട്ട് റോഡില് ഏകദേശം ഒന്ന് പറഞ്ഞാലി. കുളപ്പുറത്തുനിന്ന് എയർപോർട്ട് റോഡ് 1 കിലോമീറ്റർ ആസാദ് നഗർ. ഓക്കെ. ആസാദ് നഗറാണ് പ്ലേസ് വരുന്നത്. അത് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് അഡ്വാൻസ് ആയിക്കോട്ടോ. ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അഡ്വാൻസ് ആയിക്കോ. നിങ്ങൾ പിന്നെ ഒരു ഏട്ടനാനിയൊന്നും പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല. അഡ്വാൻസ് ആക്കിയിട്ട് വിട്ടോട്ടോ. അത്രയ്ക്ക് ഗ്യാരണ്ടിയുള്ള വണ്ടികളാണ്. ഇപ്പൊ മോഡൽ കൂടിയ വണ്ടിയുടെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒക്കെ നല്ല വണ്ടികളാണ്. 2022, 2023 ആ വാഗണറൊക്കെ നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. ഓക്കെ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.